ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ മുത്തശ്ശിക്കുള്ള കന്നിയായിട്ടാണ് വന്നിരിക്കണമെന്ന് പറയുമ്പോൾ, നിൻ്റെ കന്നിയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് നിന്നെ കാണുന്നത് ദേഷ്യമാണ് എന്ന് പറയണേ. പ്രീതി, നിൻ്റെ അനിയത്തെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാവോ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും പ്രീതി ദേഷ്യത്തോടു കൂടി തന്നെ ശ്രുതിനെ നോക്കുകയാണ്. ശ്രുതി ആ സമയത്ത് ആ കന്നി അവിടെ വെച്ചിട്ട് പതുക്കെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ശേഷം മുത്തശ്ശി പറഞ്ഞു, മുത്തശ്ശി ഞാൻ അത് വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അത് കല്യാണത്തിന് വേണ്ട, നിൻ്റെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട, ഇറങ്ങിപ്പോയിക്കോ ഇവിടെ എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതി വിഷമിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴേക്കും മുത്തശ്ശി വിളിക്കണ്ട്, അതെ അവിടെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശ്രുതി വല്ലാതെ പ്രതീക്ഷയോട് കൂടി തന്നെ മുത്തശ്ശീനൊന്ന് നോക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ നിൻ്റെ കന്നി വേണ്ടത് ഞാൻ പറഞ്ഞില്ല, ഇത് എടുത്തുകൊണ്ട് പോ എന്ന് പറയാണ്. എന്തിനാ മുത്തശ്ശി സ്വന്തം ശരീരത്തോട് ഇങ്ങനെ മല്ലടിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും, അതെ നിൻ്റെ ഭക്ഷണം ഒന്നും എനിക്ക് വേണ്ട, നീ കൊണ്ടുപോയിക്ക്, വന്ന പോലെ തന്നെ പോവാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി വിഷമിച്ചുകൊണ്ട് അവിടെ നിന്ന് കഞ്ഞി എടുത്തുകൊണ്ട് നേരെ അപ്പുറത്തേക്ക് പോകുക കേട്ടോ. ശേഷം അഞ്ജലിനെയാണ് കാണിക്കണത്. അഞ്ജലി ആകെ വിഷമത്തിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി അവിടെ ഓരോന്നൊക്കെ ആലോചിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും. മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി ഞാൻ കുഞ്ഞിനോട് സംസാരിച്ചായിരുന്നു. നീ എന്തിനാ അവനോട് സംസാരിക്കാൻ പോയത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല എന്താ നടന്നതെന്ന് ഒന്ന് അറിയണമല്ലോ. വേണ്ട, അവൻ്റെ വിശദീകരണം നീയൊന്നും ഇനി ആർക്കും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ അവൻ തെളിയിച്ചു, അവൻ്റെ അച്ഛൻ്റെ മകനാണെന്ന് അവൻ തെളിയിച്ചു എന്ന് പറയാണ്. നിനക്ക് തോന്നുന്നുണ്ടോ അഞ്ജലി, നിൻ്റെ അമ്മ ഇവിടെ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹം സമ്മതിക്കുമായിരുന്നു എന്ന്? ഇല്ല മുത്തശ്ശി, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിവാഹം സമ്മതിക്കില്ലായിരുന്നു. അതെ, അതുകൊണ്ട് ഈ വിവാഹം നടത്തിയതായിട്ട് ഞാനും സമ്മതിക്കില്ല എന്ന് പറയാണ്. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ആഭരണപ്പെട്ടി എടുത്ത് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അത് കാണുമ്പോഴേക്കും മുത്തശ്ശിക്ക് വിഷമമാവുന്നുണ്ട്. അത് നമ്മുടെ അഞ്ജലിയുടെയും അശ്വിൻ്റെ അമ്മയുടെ ആഭരണങ്ങളാണ് കേട്ടോ. അത് കണ്ടിട്ട് മുത്തശ്ശിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മുടെ അഞ്ജലി അവിടെ നിന്ന് പോകുകയാണ്. ശേഷം അഞ്ജലി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും അശ്വിനല്ല സോറി നമ്മുടെ ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അഞ്ജലി, എനിക്കാകെ ദേഷ്യം വരുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നമ്മൾ നാട്ടുകാരുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കൂ അഞ്ജലി എന്ന് പറയുമ്പോഴേക്കും, ശ്യാമേട്ട വെറുതെ എന്നെ കുറ്റപ്പെടുത്തല്ലേ, ഞാനാകെ ഭ്രാന്ത് പിടിച്ച് തല ആകെ മരവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ആ സമയത്ത് ശ്യാമേട്ടനും കൂടി വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി വരല്ലേ എന്ന് പറയാണ്. ഞാൻ പിന്നെ എന്താ മഹാറാണി പറയേണ്ടത്, നിൻ്റെ അനിയൻ എന്തുദ്ദേശത്തിലാണ് ഈ ചെയ്തിരിക്കുന്നത്, അവൻ്റെ പുറകിൽ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് അവൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവൻ ചെയ്യില്ല, അവൻ ആ ശ്രുതിൻ്റെ കണ്ണം കഴിച്ചതിൻ്റെ പുറകിൽ എന്തോ ദുരുദ്ദേശം തന്നെയുണ്ട് അഞ്ജലി എന്ന് പറയാണ്. എന്തോ ഉദ്ദേശമുണ്ട് അതെനിക്കറിയാം, പക്ഷേ കുഞ്ഞിന് ശ്രുതിനെ ഇഷ്ടമായിരുന്നു, അതെനിക്കറിയായിരുന്നു, പക്ഷേ ആ ഇഷ്ടം അതവൻ അവളോട് പോലും പറഞ്ഞിട്ടില്ല. പിന്നീട് ഇതെങ്ങനെ സംഭവിച്ചു അതാ എനിക്കറിയാൻ പാടാത്തത്. എന്തായാലും ഈ വിവാഹം അത് അംഗീകരിക്കാൻ പറ്റില്ല. അതെ, അത് അംഗീകരിക്കാൻ പറ്റില്ല ശ്യാമേട്ട, അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊരിക്കലും ഒരു വിവാഹമായിട്ട് ഞാൻ അംഗീകരിക്കില്ല. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ അഞ്ജലി, നീ തന്നെ മുൻകൈ എടുക്ക്, ഈ വിവാഹത്തിന് എങ്ങനെയെങ്കിലൊക്കെ അവളെ വീട്ടിലേക്ക് പറഞ്ഞേക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് രണ്ടിനെ രണ്ട് വഴിയാക്ക് എന്ന രീതിയിൽ ശ്യാം പറയുമ്പോൾ, ശരിയാ, ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കണമെന്ന് എനിക്കറിയാം. ശ്യാമയുടെ ഒരു കാര്യം ചെയ്യും, എല്ലാവരോടും നിലത്തേക്ക് വന്ന് നിൽക്കാൻ പറ, എനിക്ക് എല്ലാവരുടെ ഒന്ന് സംസാരിക്കണം എന്ന് അഞ്ജലി പറയാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതിനെയാണ്. ശ്രുതി ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. വേറൊന്നുമല്ല, ഈ അശ്വിനോടത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ശ്രുതി റൂമിലിരിക്കണം. അപ്പോൾ ആ സമയത്ത് അശ്വിൻ ഒരു വലിയ ലാപ്ടോപ്പൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ശ്രുതിയുടെ മൈൻഡ് ചെയ്യണ പോലില്ല. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനൊരു കോമാളി വേഷം കെട്ടിച്ചത് എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് വാതിലിന് മുട്ടുവാട്ടോ അഞ്ജലി. ശേഷം വാതിൽ തുറക്കുന്നുണ്ട് അഞ്ജലി. പറയുന്നുണ്ട്, അതെ നിങ്ങൾ നിലത്തേക്ക് വേണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അഞ്ജലി നിലത്തേക്ക് പോകാണ്. അങ്ങനെ എല്ലാവരും നിലത്ത് അങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ. ആ സമയത്ത് ശ്രുതിയും വരുന്നുണ്ട്. ശ്രുതി വരുമ്പോഴേക്കും മനോരമ പറയുന്നുണ്ട്, ഓ എൻ്റെ മൈ ഗോഡ്, ഇവളെന്തിനാ ഇവിടെ കെട്ടിയെടുത്തത്, കുടുംബക്കാർ വരാൻ പറഞ്ഞപ്പോഴേക്കും ഇവളെന്തിനാ വരുന്നത്, അല്ല ഇവിടുത്തെ കുടുംബത്തിൽ അംഗമായിട്ട് ഇവളെല്ലാവരും ഉറപ്പിച്ചോ എന്ന് പറയുമ്പോഴേക്കും, ഇവളും കൂടി ഇവിടെ നിൽക്കട്ടെ അത് പറയാണ് അഞ്ജലി. അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട്, ഇവിടെ ഈ വീടിന് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, നിനക്കറിയായിരിക്കുമല്ലോ അല്ലേ കുഞ്ഞ, കല്യാണം എന്ന് പറഞ്ഞത് വെറൊരു താലികെട്ട് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരുപാട് ചടങ്ങുകൾ ബാക്കിയുണ്ട്. അല്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അതിലെത്രമാത്രം സത്യം ഉണ്ടെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. അമ്പലത്തിൽ പോയി താലി കിട്ടിയതൊക്കെ നിങ്ങൾ പറയുന്നു, അതും സത്യമാണോ എന്തോന്നും നമുക്കൊന്നും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഉറപ്പിച്ചു, കല്യാണം കഴിഞ്ഞിട്ടുള്ള ചടങ്ങ് അതെല്ലാം ചെയ്തേ പറ്റൂ. ഗൃഹപ്രവേശം അതുപോലെ തന്നെ ചടങ്ങുകൾ എല്ലാം ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇവളിവിടുത്തെ മരുമകളായിട്ട് അംഗീകരിക്കുകയുള്ളൂ. അല്ലാത്തപ്പുറം ഇവിടുത്തെ മരുമകളായിട്ട് മാത്രമല്ല, ഈ വീട്ടിലൊരു അംഗമായിട്ട് പോലും ശ്രുതിനെ ആരും കണക്കാക്കില്ല. ചേച്ചി അതെന്ന് പറയുമ്പോഴേക്കും, ഇത് നിൻ്റെ ഓഫീസല്ല, ഇത് വീടാണ്, നിൻ്റെ തീരുമാനമല്ല, തലമുതിർന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരിപ്പോൾ തീരുമാനം പറയട്ടെ, അതുപോലെ ചെയ്യാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അഞ്ജലി പറയുന്നത് വളരെ ശരിയാണ്, എന്നാൽ അങ്ങനെ ആ രീതിയിൽ തന്നെ ചെയ്യാം അഞ്ജലി എന്ന് പറയണം. ശരി മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. ശേഷം അഞ്ജലി
ഒരു സാരി എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതാണ് മന്ത്രക്കോടി. ഈ സാരിയെ കൊടുത്തിട്ട് നീ വരണം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ശ്രുതിയുടെ കയ്യിലേക്ക് ആ സാരി കൊടുക്കുക കേട്ടോ. ഓ എൻ്റെ മൈ ഗോഡ് എന്ന് പറഞ്ഞ് മനോരമ കണ്ണും മിഴിച്ചിങ്ങനെ നിൽക്കുവാണ്. ഇതിപ്പോൾ നന്നായി മോഹനേട്ടാ. ഞാൻ വിചാരിച്ചു അഞ്ജലി ബേബി ഇപ്പോൾ അവൾ ഷട്ട് ഔട്ട് അടിക്കുമെന്ന്. ഇതിപ്പോൾ അവളെ ഇവിടുത്തെ മഹാറാണിയിട്ട് വാടിക്കാൻ പോവാണല്ലോ. നീ ഒന്ന് വെറുതെ അടങ്ങിയിരിക്കും മനോരമേ. എന്തായാലും കല്യാണം കഴിഞ്ഞല്ലോ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാം എന്ന് മോഹനനും പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി ആ സാരി മേടിച്ചിട്ട് മുകളിലത്തെ റൂമിലേക്ക് പോകുകയാണ്. ശേഷം ശ്രുതി ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ലാവണ്യ പറഞ്ഞ കാര്യം, അതായത് കുറച്ച് നാളുകൾ മുമ്പ് ലാവണ്യ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ശ്രുതിയെടുത്ത് പറഞ്ഞിരുന്നല്ലോ, ശ്രുതി കാർട്ടൂൺ ബേബി നിൻ്റെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ മേഡം എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ, അല്ല എനിക്ക് പരിചയമുള്ള ആരെങ്കിലും വേണ്ടപ്പെട്ട ആരെങ്കിലും ആണെങ്കിലോ നിന്നെ വിവാഹം കഴിക്കണത് എന്ന് ലാവണ്യ പറയുമ്പോഴേക്കും ശ്രുതി അടുത്ത വായിക്ക് പറയുന്നുണ്ടല്ലോ, ഓ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല മേഡം എന്ന് ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ശ്രുതി ആലോചിക്കാട്ടോ. കാരണം ലാവണ്യ മേഡം അന്ന് പറഞ്ഞതിൽ സത്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലാവാണ്. അതുമാത്രമല്ല അമ്മ പറഞ്ഞ കാര്യങ്ങളും ശ്രുതി ആലോചിക്കുന്നുണ്ട്. പ്രീതിയുടെ ആദ്യ വിവാഹം മുടങ്ങി, രണ്ടാമത്തെ വിവാഹം നല്ല ആലോചനയാണ്, ആകാശമോ നല്ലതാ. അതുപോലെ തന്നെ ശ്രുതി നിൻ്റെ ആദ്യ വിവാഹം ഉറപ്പിച്ചത് മുടങ്ങിപ്പോയതാണ്. ഇനി നിനക്ക് വരുന്നത് നല്ലൊരാളായിരിക്കും എന്ന് അമ്മ പറഞ്ഞ കാര്യമൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി അവിടേക്ക് വരുന്നുണ്ട്. ആ ആഭരണങ്ങൾ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ ആഭരണങ്ങൾ അണിഞ്ഞിട്ട് നീ എത്രയും പെട്ടെന്ന് നിലത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ആ സാരിയും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ശ്രുതി സുന്ദരിയായിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഗൃഹപ്രവേശനത്തിന് വേണ്ടി എല്ലാവരും ഗൃഹത്തിന് പുറത്ത്, അതായത് വീടിന് പുറത്ത് നിൽക്കുവാണ്. കാരണം അശ്വിനും ശ്രുതി കയറിയിട്ട് മാത്രമേ ബാക്കിയുള്ളവർക്ക് കയറാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാവരും പുറത്തിങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് അഞ്ജലി ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരും കേട്ടോ. അശ്വിനൊക്കെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് പച്ചരിയൊക്കെ നിറച്ച് അഞ്ജലി വെക്കുന്നുണ്ട്. അത് തട്ടിയിട്ടിട്ട് വേണം ശ്രുതി അകത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ ശ്രുതി പതുക്കെ അശ്വിൻ്റെ അടുത്തേക്ക് നിൽക്കുവാണ്. അഞ്ജലി ഒരു ആരതിയൊക്കെ എടുത്ത് ശ്രുതിനും അശ്വിനെ നന്നായിട്ട് ഒഴിയുന്നുണ്ട്. എല്ലാവർക്കും ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് ആ സമയത്ത്. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞതിന് ശേഷം അഞ്ജലി അശ്വിനോടും ശ്രുതിയടുത്ത് പറയുന്നുണ്ട്, ഇനി രണ്ടുപേരും വലതുകാലം വെച്ച് അകത്തേക്ക് കയറണം എന്നിങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടിയിട്ട് രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുവാണ് വലതുകാലം വെച്ചിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആ കാല് കൊണ്ടിട്ട് വലതുകാലം കൊണ്ടിട്ട് ആദ്യം ആ അരി തട്ടിയിട്ടിട്ട് വേണം വലതുകാലം വെച്ചിട്ട് അകത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ ശ്രുതി ഇങ്ങനെ അരി ഇങ്ങനെ തട്ടിയിട്ടിട്ട് അശ്വിനെ ഇങ്ങനെ നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. മറ്റേ പൊക്കിയെടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഇന്നത്തെ പ്രൊമോയിലാണ് കാണിക്കുന്നുണ്ടാവുക. എന്തായാലും നാളെയാണ് അവരുടെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു ഭാഗം, അത് നാളെയാണ് കേട്ടോ. എന്തായാലും ഈ ഗൃഹപ്രവേശമൊക്കെ കഴിയുമ്പോൾ ബാക്കി എല്ലാവർക്കും ശ്രുതിനെ മരുമകളായിട്ട് അംഗീകരിക്കും കേട്ടോ. മുത്തശ്ശിയുടെ ദേഷ്യം മാറും, അഞ്ജലിയുടെ ദേഷ്യം മാറും, എല്ലാവരുടെ ദേഷ്യം മാറുന്നുണ്ട്. പ്രീതിയാണ് ആദ്യം ശ്രുതിയുടെ സംസാരിച്ച് തുടങ്ങുന്നത്. അതൊക്കെ മറ്റന്നാളത്തെ എപ്പിസോഡിലായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നാണോ കിടക്കണേന്ന് ഒന്ന് നോക്കണം കേട്ടോ. ഓളെന്നല്ലെങ്കിൽ ഒന്നും കൂടി ഓളെന്ന് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.